പ്ലസ് ടു കോമേഴ്സ് ഫാമിലി. അപ്പം നമ്മൾ ഇത്രയും കാലം കാത്തിരുന്ന നമ്മുടെ ഓണപരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു ടൈം പീരീഡ് മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. ഓഗസ്റ്റ് 18 തൊട്ട് 27 നിങ്ങളുടെ എക്സാം തീരുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്കൊരു ടൈം ടേബിൾ സ്കെഡ്യൂൾ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം 18 നിങ്ങളുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ പ്ലസ് ടു പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഓണപരീക്ഷയാണ്. ഇനിയും നിങ്ങൾക്ക് ഓണപരീക്ഷ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്കൂൾ ജീവിതം നിങ്ങൾക്ക് ഇല്ല. ഇവിടെ നിങ്ങൾ സ്കൂളിൽ നിന്ന് പാസ് ഔട്ട് ആവാനായിട്ട് പോവുകയാണ്. ഒരു നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ നിങ്ങൾ കോളേജിലാണ്. സോ ദിസ് ഇസ് യുവർ ലാസ്റ്റ് ഓണം എക്സാം. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് തന്നെ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം 18 നമ്മുടെ പാർട്ട് 2 ലാംഗ്വേജ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ഉച്ച കഴിഞ്ഞത്തെ സെഷനാണ്. 1:30 PM എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ദിവസം, അതായത് 19-ാം തീയതി, നിങ്ങൾക്ക് ഇടയിൽ ഗ്യാപ്പൊന്നുമില്ല. രണ്ടാമത്തെ ദിവസം പാർട്ട് 1 ഇംഗ്ലീഷ് എക്സാം ആണ്. അത് രാവിലത്തെ മോർണിംഗ് സെഷനാണ്. 9:30 AM സ്റ്റാർട്ട് ചെയ്യുന്നത്. 19 തന്നെ ഓപ്ഷനിൽ എടുത്തവർ, അതായത് മാത്സ് ഓപ്ഷനിൽ എടുത്തവർക്ക് മാത്സിൻ്റെ എക്സാമും ഉച്ച കഴിഞ്ഞത്തെ 1:30 സെഷൻ കാണും. ഓക്കെ, 20-ാം തീയതി വീണ്ടും ഗ്യാപ്പില്ല. 20-ാം തീയതി ഓപ്ഷണലായിട്ടുള്ള നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ 21 സ്റ്റാറ്റിസ്റ്റിക്സ്, അതും ഓപ്ഷണൽ സബ്ജക്ട്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സും നിങ്ങൾക്ക്, അതെല്ലാം ഉച്ചയ്ക്കത്തെ സെഷനാണ് വരുന്നത്. ഇംഗ്ലീഷ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് 9:30 AM വന്നിട്ടുള്ളത്. കാരണം ആ ദിവസം തന്നെ നമുക്ക് മാത്സ് ഓപ്ഷനിൽ എക്സാംസ് നടത്തുന്നുണ്ട് 1:30. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ 21 വരെ ഉള്ള സബ്ജക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി 22 നമ്മുടെ എക്കണോമിക്സിൻ്റെ എക്സാം ആണ് വരുന്നത്. അപ്പം എക്കണോമിക്സിൻ്റെ എക്സാം 2 മണിക്കാണ്. കാരണം അത് ഫ്രൈഡേ ആയതുകൊണ്ട് 2 മണിക്കാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. ഈ 18 തൊട്ട് 22 വരെ ഉള്ള ദിവസങ്ങളിൽ ഒരു ദിവസം പോലും ഇടയ്ക്ക് നിങ്ങൾക്ക് ഗ്യാപ്പില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് മുന്നേ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഒരു എക്സാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ വന്ന് ഒരു പരീക്ഷ എഴുതാനായിട്ട് നിങ്ങൾക്ക് റെഡി ആവാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് റിവിഷനും സമയം കിട്ടത്തില്ല. എന്തൊക്കെ പഠിക്കേണ്ടതെന്ന് പോലും നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഗ്യാപ്പ് നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന സമയം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. 22-ാം തീയതി ഫ്രൈഡേ കഴിഞ്ഞ് 2 ദിവസം നിങ്ങൾക്ക് അവധിയുണ്ട്. സാറ്റർഡേ, സൺഡേ. അത് കഴിഞ്ഞിട്ട് 25-ാം തീയതി മൺഡേ ഐശ്വര്യമായിട്ട് വന്ന് നിങ്ങൾ ഏത് എക്സാമാണ് എഴുതാൻ പോകുന്നത്? അക്കൗണ്ടൻസി പരീക്ഷ ആയിരിക്കും നിങ്ങൾ എഴുതാനായിട്ട് പോകുന്നത്. അതൊരു പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 ദിവസം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സമയം കിട്ടും. അതുകൊണ്ട് നല്ലൊരു ടൈം ടേബിൾ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും, അല്ലേ? അപ്പോൾ 25-ാം തീയതി നിങ്ങൾക്ക് അക്കൗണ്ടൻസി വന്ന് എഴുതുക. 26-ാം തീയതി നമുക്ക് എക്സാംസ് ഒന്നുമില്ല. 27-ാം തീയതി നമ്മുടെ ബിസിനസ് സ്റ്റഡീസ്, അതായത് ഏറ്റവും അവസാനത്തെ പരീക്ഷയാണ് ബിസിനസ് സ്റ്റഡീസ് വരുന്നത്. ഇതോടുകൂടി നിങ്ങളുടെ ഓണപ്പരീക്ഷ ഖതം, തീർന്നു. ഓക്കെ, അപ്പം 27-ാം തീയതി വരെ ഒന്ന് നിങ്ങൾ കഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കും, അതുപോലെ തന്നെ അടുത്ത ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, മെയിൻ എക്സാം ആയിക്കോട്ടെ, അതിനോട്ടൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാനും നിങ്ങൾക്ക് ഇപ്പോഴേ സാധിക്കും. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ കിട്ടുന്ന സമയം വെറുതെ കളയരുത്. 22-ാം തീയതി വരെ ഉള്ളൊരു ടൈമിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഗ്യാപ്പൊന്നുമില്ല. സോ ഈ ഒരു ടൈം നിങ്ങൾ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പം നിങ്ങളുടെ മുന്നിൽ കിട്ടുന്ന ഈ സമയം വെറുതെ കളയരുത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സബ്ജക്ട്സിൻ്റെയും വീഡിയോസും ലൈവ് സെഷൻസും ഒക്കെ അവൈലബിൾ ആണ്. ഇനി വരും ദിവസങ്ങളിലും നിങ്ങൾക്ക് ലൈവുകൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ എക്സാമിന് ഫുൾ പവറായിട്ട് ടീച്ചേഴ്സ് എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മളെല്ലാവരും എക്സൈറ്റഡാണ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ടൈം ടേബിൾ ഒന്ന് വന്നിട്ട് വേണം നമുക്ക് ലൈവ് കാര്യങ്ങളെല്ലാം ഫുൾ ഓൺ സ്ട്രെച്ചിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം നമുക്കിത് സെറ്റാക്കാം. ഓണപരീക്ഷയ്ക്ക് നിങ്ങൾ ടെൻഷനേ അടിക്കേണ്ട. ലെറ്റ്സ് ഡു ദിസ് ടുഗെദർ. ഒരു വിധത്തിലും നിങ്ങൾ ഇതുവരെ എനിക്ക് എന്തൊക്കെ ചാപ്റ്റേഴ്സാണ് ഉള്ളതെന്ന് പോലും അറിയത്തില്ല എന്ന സിറ്റുവേഷൻ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ കാണും. അപ്പം നമുക്കറിയാം, ക്ലാസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തവർ കാണും. വേറെ എന്തെങ്കിലും റീസണാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തവർ കാണും. അവരാരും പേടിക്കേണ്ട. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ലൈവ് സെഷൻസ് പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. ഇനി വരുന്ന ലൈവ് സെഷൻസിലൊക്കെ വെച്ച് നമുക്ക് കാണാം.